മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ വിവാദ മദ്യനിർമ്മാണശാലയുടെ കാര്യത്തിൽ തൽക്കാലം ഒന്ന് മെല്ലെപ്പോക്കിന് CPM തീരുമാനിച്ചു എന്നാണ് വരുന്ന വിവരം. CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളെ അനുനയിപ്പിച്ച് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് മതി തുടർ നടപടികളെന്നാണ് തീരുമാനം. 19 LDF യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷമേ ഇക്കാര്യത്തിൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകൂ എന്നാണ് കരുതേണ്ടത്. ആർ ശ്രീജിത്താണ് ആ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ശ്രീജിത്ത്, ഇന്നലെ CPI ഇക്കാര്യത്തിൽ അവരുടെ വകുപ്പ് കുറെ കൂടി കടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ ഒരു കടുംവെട്ട് എന്ന് പറയാവുന്ന തരത്തിൽ തീരുമാനം എടുത്തിരുന്നതാണ്. ഇത്തരം ആവശ്യങ്ങൾക്ക് വ്യാവസായിക ആവശ്യത്തിന് ഈ ഭൂമി ഉപയോഗിക്കാൻ കഴിയില്ല, അവിടെ കൃഷിക്കുള്ള ഭൂമിയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് തരം മാറ്റാനുള്ള ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ നിരാകരിച്ചത്. അപ്പോഴത് ഒരു കടുത്ത തീരുമാനമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണോ തൽക്കാലം CPIയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് മതി ഇനി തുടർ നീക്കങ്ങൾ എന്ന തീരുമാനത്തിലേക്ക് CPM എത്തുന്നത്? ഗുഡ് മോർണിംഗ്. ഈ CPI അടക്കമുള്ള കക്ഷികൾ എലപ്പള്ളിയിലെ വിവാദ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എതിർപ്പ് ഉന്നയിച്ചിരുന്നു. മുന്നണി യോഗം വിളിച്ച സാഹചര്യത്തിൽ ഈ എതിർപ്പുകൾ മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യുകയും ഒരു സമവായം ഉണ്ടാക്കുകയും ചെയ്ത ശേഷം മാത്രം മുന്നോട്ട് പോയാൽ മതിയെന്ന ധാരണയാണ് CPI നേതൃത്വത്തിലുള്ളത്. ഇന്ന് CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ ഘടകകക്ഷികൾ ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ചർച്ചയാകും. അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ എന്ത് സമീപനം സ്വീകരിക്കണം എന്ന തരത്തിലുള്ള ചർച്ചകൾ നടത്തും. അതുകൊണ്ട് തന്നെ ഈ ഭൂമി തരമാറ്റവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ മറ്റ് വിഷയങ്ങളും എല്ലാം ഉള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കും. CPIയുടെ 2 വകുപ്പുകളാണ് ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നലെ തീരുമാനമെടുത്ത് പുറത്തു വന്നിരിക്കുന്നത്. ഇതെല്ലാം കണക്കെടുത്താണ് മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്ത ശേഷം മാത്രം മുന്നോട്ട് പോയാൽ മതി എന്ന ധാരണ CPI നേതൃത്വം എടുക്കുന്നത്. യെസ്, അങ്ങനെ അക്കാര്യത്തിൽ CPM ഒരു നിലപാടെടുക്കുന്നു. CPIയെ കൂടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിന് ശേഷം LDF യോഗം ചേരുന്നു. അതുകൂടി കഴിഞ്ഞിട്ട് മതി തുടർ നടപടികൾ എന്ന നിലയിലേക്ക് CPM എത്തുന്നു. ഇക്കാര്യത്തിൽ CPIയുടെ നിലപാട് കുറെ കടുത്തതാണ്. അത് ഇന്നലെ തന്നെ വ്യക്തമാണ്. CPIയുടെ വകുപ്പ് തന്നെ ഈ വിഷയത്തിൽ എടുത്ത നിലപാട് എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ 19ന്റെ ഇടതുമുന്നണി യോഗത്തിന് ശേഷം എലപ്പുള്ളിയുടെ പദ്ധതിയുടെ കാര്യത്തിൽ ഇനി ചർച്ച തുടങ്ങൂ, അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ നീക്കുപോക്കുണ്ടാകൂ എന്ന് CPM തന്നെ വ്യക്തമാക്കുകയാണ്.